സാധാരണ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാവരും കേക്ക് ഉണ്ടാക്കാറ്. എന്നാൽ ഇന്ന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഇതുപോലെ ഉറഞ്ഞിരിക്കും അല്ലേ. എന്നാൽ നമ്മൾ കേക്കിന് എടുക്കുന്ന വെളിച്ചെണ്ണ ഇതുപോലെ ഉറഞ്ഞിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിത് ചൂടുവെള്ളത്തിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടട്ടെ. ആ നേരം കൊണ്ട് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കാം. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണിത്. അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കേട്ടോ. ഒരുപാട് ഓയിൽ സ്പ്രെഡ് ചെയ്യരുത്, കേക്ക് ഈ സൈഡിൽ കൂടിയൊക്കെ പിടിച്ചു കയറാനായിട്ട് പാടുപെടും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സൈഡിലും അടിയിലും ഒക്കെ ഒന്ന് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു അരിപ്പയും കൂടി വെച്ച് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 2 നുള്ള് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് 3 പ്രാവശ്യമായിട്ട് അരിച്ച് നല്ലോണം മിക്സാക്കി എടുക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഫ്രിഡ്ജിലിരുന്നതാണെങ്കിൽ, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മുട്ട, ഇതെല്ലാം ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പെല്ലാം പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. പൊടി നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് വേറൊരു വലിയ ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇന്ന് നമ്മൾ മുട്ട 2ആയിട്ടാണ് ഒഴിക്കുന്നത്. മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. മുട്ടയുടെ മേൽഭാഗം മാത്രം ചെറിയൊരു ദ്വാരം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വെള്ളം മാത്രം ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മഞ്ഞ മാറ്റി വയ്ക്കാം. മുട്ടയ്ക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കമത്തി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമെല്ലാം ചാടി കഴിയുമ്പോൾ വീണ്ടും മുട്ടയൊന്ന് നിവർത്തി പിടിക്കുക. എന്നിട്ട് വീണ്ടും കമത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സൈഡിലൊക്കെ ആയിട്ട് കിടക്കുന്ന ആ വെള്ളം കംപ്ലീറ്റ് ഇങ്ങനെ പോകുന്നോളും. ഒരുപാട് മുട്ട ഷെയ്ക്ക് ചെയ്യാതിരുന്നാൽ മതി. ഷെയ്ക്ക് ചെയ്യുമ്പോഴാണ് മഞ്ഞയും കൂടി മിക്സായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പൊട്ടിച്ച് വെള്ളമെല്ലാം ഈ ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ബീറ്റർ ഉപയോഗിച്ച്. ലോ സ്പീഡോ ഹൈ സ്പീഡോ ഏത് സ്പീഡിട്ടാലും കുഴപ്പമില്ല. ഇത് കുറച്ച് നേരം കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്ചറിലേക്ക് വരും. കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ട് വരും. നമ്മൾ പാത്രം മറിച്ച് പിടിച്ചാലും ഈ മുട്ടയുടെ വെള്ളം നമ്മൾ അടിച്ചത് ചാടി പോകില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അടിച്ചെടുക്കണം. ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുന്ന കേക്ക് എപ്പോഴും എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടിച്ച് മാറ്റി വെച്ചിരുന്ന മഞ്ഞ ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ആദ്യത്തെ മുട്ടയുടെ ആ മഞ്ഞ കരുവാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ 4 എണ്ണം ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് അടിച്ചെടുത്തുകൊണ്ട് തന്നെ മഞ്ഞ ചേർക്കുമ്പോൾ ഒരുപാട് നേരം ഇട്ട് അടിക്കേണ്ട കാര്യമില്ല. ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. അതുകൊണ്ടാട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി മുട്ടയുടെ മഞ്ഞയെല്ലാം ചേർത്ത് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് 1 കപ്പാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ. ആ പഞ്ചസാര 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണം കേട്ടോ. പൊടിക്കാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം ബീറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒന്നും പഞ്ചസാര മൊത്തത്തിൽ അലിഞ്ഞും കിട്ടത്തില്ല, കുറച്ചൊക്കെ അടിയിൽ അലിയാതെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് പൊടി ചേർക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ടി വരില്ല, പെട്ടെന്ന് മിക്സായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. പറഞ്ഞല്ലോ, നമ്മൾ സൺഫ്ലവർ ഓയിലല്ല, വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ഉരുകിക്കിട്ടിട്ടുണ്ട്. ഇതുപോലെ ഉരുകി വരണം കേട്ടോ. ഒട്ടും തന്നെ ഇങ്ങനെ കട്ട കൂടിയിരിക്കാതെ ഇതുപോലെ ഇരിക്കണം. എന്നാലേ നമ്മുടെ മിക്സിങ് കറക്റ്റായിട്ട് വരുള്ളൂ. ഞാനിപ്പോൾ 1/4 കപ്പിൻ്റെ ആ ഒരു കപ്പിന് ഒരു 3/4 കപ്പോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ആ ഒരു 1/4 കപ്പിൻ്റെ 3/4 കപ്പ് അതിൽ നിന്ന് നമ്മളൊരു 4 ടേബിൾ സ്പൂണ് അളന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിന് മുമ്പിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാമെന്നും തീരുമാനിച്ചത്.
ഇതിൻ്റെ റിസൾട്ടും ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞു. ഇനി അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം മിക്സ് ചെയ്യരുത്, അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിപ്പോവും. ഇനി നമ്മൾ പൊടി മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം അതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്കൊരു റിങ്ങും കൂടി ഇറക്കി വെച്ചിട്ട് അടപ്പ് വെച്ച് മൂടി ലോ ഹീറ്റിൽ തന്നെ, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്കിന് കുറച്ച് എക്സ്ട്രാ ഫ്ലേവറും കൂടി കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങയുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഒരു 2 സ്പൂണും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററിലേക്ക് ഇടുമ്പോഴേക്ക് ഇത് എല്ലാം കൂടി താന്ന് അടിയിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. തേങ്ങ നമ്മൾ ചിരകി എടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റ് മാത്രം കിട്ടത്തക്ക രീതിയിൽ ശ്രദ്ധിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, അതൊരു 3 ബാച്ചൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പീഡിലിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ശരിക്കും പൊടി മിക്സ് ചെയ്യാനായിട്ട് സ്പാച്ചുല തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ കൈക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ബീറ്റർ ഉപയോഗിക്കുന്നേക്കാളും സ്പാച്ചുലയാണ് നല്ലതെന്ന് പറയാൻ കാരണം നമ്മൾ ബീറ്റർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ചെങ്കിലും ബാറ്റർ താന്നു പോകാതിരിക്കത്തില്ല. കാരണം അതിൻ്റെ ആദ്യത്തെ സ്പീഡിന് തന്നെ ഉണ്ടല്ലോ, ആ സ്പീഡ് എന്ന് പറയുന്നൊരു വാക്ക് അതിലുള്ളതുകൊണ്ട് തന്നെ അതിനൊരു സ്പീഡുണ്ട്, മിനിമം സ്പീഡ്. എന്നാൽ സ്പാച്ചുലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം എടുത്ത് പതുക്കെ മിക്സ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ഫ്രഷ് തേങ്ങ കേട്ടോ ചിരകിയത് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടൊന്നുമല്ല. കാരണം ഇത് കുറച്ച് ജ്യൂസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനും കൂടി കിട്ടുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ തേങ്ങയും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമയം കളയാതെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 30 പ്രാവശ്യമെങ്കിലും ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒക്കെ എയർ ബബിൾസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അകത്തേക്ക് ആ റിങ്ങിൻ്റെ പുറത്തേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 30 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഈ 30 മിനിറ്റും നമ്മൾ ഫ്ലെയിം ലോയിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തത്. 30 മിനിറ്റ് ഇപ്പോൾ കറക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. എന്തെങ്കിലും ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇറക്കി നോക്കിയാൽ മതി. അതിൻ്റെ ടിപ്പിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റും കൂടി അതേ ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ച് എടുക്കാം. കണ്ടോ, നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കിയ കേക്ക് കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയാണ്. ഈ ഒരു കേക്കും നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കേക്കും തമ്മിൽ എന്താണ് വ്യത്യാസം ഇരിക്കുന്നത്? ഒരു വ്യത്യാസമില്ല ഇല്ലേ? കാഴ്ചയിൽ അതുപോലെ തന്നെ. ഇനി നമുക്ക് ടേസ്റ്റും കൂടി മാത്രം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ആ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കേക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ത് നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി ഈ കേക്ക് ഉണ്ടല്ലോ ഫ്രോസ്റ്റിംഗ് ചെയ്യാനും നല്ലതാണ്. അത് നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്യണം, അതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. പക്ഷെ ഞാനിപ്പോൾ ഇത് വൈകിട്ടത്തെ ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്തിട്ട് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നിങ്ങൾ? മൊത്തത്തിൽ ഈ കേക്കിൻ്റെ ഈ ടെക്സ്ചർ കണ്ടോ, ഇതിൻ്റെ പുറം വശം കണ്ടോ, ഇതിൻ്റെ അകം കണ്ടോ, എല്ലാം നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നില്ലേ? ഇതിൻ്റെ ഉള്ളിലേക്ക് കാണുന്നുണ്ടല്ലോ, ഈ തരിതരി കാണുന്നതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്താൽ തേങ്ങ കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്നറിയാമോ? ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയാൽ നന്നായിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയിരിക്കും, അതിന് ചൊവയുണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണിച്ചു തരാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ കേക്കിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനിയിപ്പോൾ എന്താ അറിയണ്ടേ, ഇതെങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നതെന്നും കൂടിയല്ലേ, അതുകൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. കഴിച്ച് നോക്കിയിട്ട് അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ.
വെളിച്ചെണ്ണയുടേതായ ഒരു ചൊവയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ കോക്കനട്ടൊക്കെ ഇതിൽ ആഡ് ചെയ്തല്ലോ, അതൊക്കെ നല്ല ചെറുതിങ്ങനെ ചെറിയ പീസായിട്ട് നമുക്കിങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അത് നല്ല ജ്യൂസി ആണല്ലോ, കാരണം നമ്മൾ ഫ്രഷ് കോക്കനട്ടല്ലേ ആഡ് ചെയ്തത്. അതൊക്കെ കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യമായിട്ടും വെളിച്ചെണ്ണയുടെ അതിൻ്റേതായിട്ടുള്ള യാതൊരു ചൊവയില്ലായിരുന്നു. ചിലപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചൊവ വരുന്നത് ചിലപ്പോൾ പഴകിയ എന്തെങ്കിലും വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, പിച്ചി പറിച്ച് ഞാൻ കേക്ക് എടുത്ത് നോക്കുകയാണ്, ഒരു കുഴപ്പമില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല എന്താ പറയുക, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കിക്കോട്ടോ, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, ഞാനിത് സെയിൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല കേട്ടോ പറയുന്നത്. വീട്ടിലൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കണേ. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.